ഹലോ, ഷോപ്പുള്ളൊരു ഷോപ്പ് ഓണർ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ നേരത്ത് ആദ്യം തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എൻക്വയറികൾ വരുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ. ഇപ്പം നിങ്ങളുടെ ഒരു ടോയ് ഷോപ്പ് ആയിരിക്കട്ടെ, ഒരു ക്ലോത്തിങ് ഷോപ്പ് ആയിരിക്കട്ടെ, ഫുഡ് വെയർ ആയിരിക്കട്ടെ, സ്പോർട്സിൻ്റെ ഷോപ്പ് ആയിരിക്കട്ടെ, എന്തും ആയിക്കോട്ടെ. ആ പ്രൊഡക്റ്റിന് എൻക്വയറി വരുന്നുണ്ട്, പക്ഷേ സെയിൽ നടക്കുന്നില്ല. ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം നിങ്ങൾ മറ്റു പല പ്രോഗ്രാമുകളിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻക്വയറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻക്വയറി കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അത് സെയിലിലേക്ക് വരുമ്പോഴാണ് ഒരു ഷോപ്പ് ഓണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം വരുള്ളൂ. സെയിലാണ് നിങ്ങൾക്ക് വേണ്ടത്, വെറുതെ എൻക്വയറി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഓൺലൈനിൽ നിന്ന് കസ്റ്റമറെ കണ്ടെത്താൻ മാത്രം പഠിച്ചാൽ പോരാ, പ്ലസ് അതോടൊപ്പം തന്നെ ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കാനും പഠിക്കണം. ഇതും ഒരു സ്കില്ലാണ്. കൊണ്ടുവരിക, മാർക്കറ്റിംഗ്, അതൊരു സ്കില്ലാണ്. എടുപ്പിക്കുക, സെയിൽസ്, അതും ഒരു സ്കില്ലാണ്. ഇത് രണ്ടും ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കില്ലുകളാണ്. പക്ഷേ പലരും ഒന്നിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കൊണ്ടുവരാൻ പലർക്കും അറിയാം, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വഴി പരസ്യം കൊടുക്കാൻ അറിയാം, അവരെ വാട്സപ്പിൽ എത്തിക്കാൻ അറിയാം, പക്ഷേ അവരെ കൊണ്ട് എടുപ്പിക്കാൻ അറിയില്ല. എന്താണ് ഇവിടുത്തെ പ്രശ്നം? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ഷോപ്പ് ഓണറാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. സെയിൽ എങ്ങനെ ഉണ്ടാവും? ഒരു ബിസിനസ് ഓണറുടെ തലയിൽ എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ, അത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ഷോപ്പ് ഓണർന്ന് തന്നെയല്ലേ, എന്ത് ബിസിനസ്, മാക്സിമം നമ്പർ ഓഫ് സെയിൽസ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ കൂടുതൽ ആളുകളെ കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ഓർ സർവീസ് എടുപ്പിക്കാം, ഇതാണ് ഒരു ബിസിനസ് ഓണറുടെ തലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകുന്നൊരു ചിന്ത. കാരണം എന്നാൽ മാത്രമാണ് ആ ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻക്വയറി വരുന്നു, ഓൺലൈനിൽ സെയിൽ നടക്കുന്നില്ല. ഈ ഷോപ്പിൽ വരുന്നൊരു വാക്കിംഗ് കസ്റ്റമറും ഓൺലൈനിൽ എൻക്വയറി ചോദിക്കുന്നൊരു കസ്റ്റമറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷോപ്പിൽ വരാൻ നേരത്തെ അപ്പം തന്നെ കാശ് തരുന്നു, പ്രൊഡക്റ്റ് അപ്പം തന്നെ കിട്ടുന്നുണ്ട് കസ്റ്റമർ. ആ കസ്റ്റമർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതായത് തൊട്ട് നോക്കുന്നു, സ്മെല്ല് ചെയ്ത് നോക്കുന്നു, ധരിച്ചു നോക്കുന്നു, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ആ പ്രൊഡക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക്. അപ്പം തന്നെ കാശ് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനവും കിട്ടും. പക്ഷേ ഓൺലൈൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ കുറേ കൂടി ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങളെയൊക്കെ വിലക്കുറവിൽ വേറെ ഒരാൾ വിൽക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങളോട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. മനസ്സിലായോ? ട്രസ്റ്റാണ് ഏറ്റവും വലിയ ഘടകം. ഷോപ്പിലൊരു പക്ഷേ ഇത് വലിയ ഫാക്ടർ ആയിക്കൊള്ളണമെന്നില്ല, കാരണം അപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ അപ്പം തന്നെ സാധനം കയ്യിൽ കിട്ടുകയാണ്. ഓൺലൈനിൽ ചിലപ്പോൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും കയ്യിൽ കിട്ടുക. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇതിന് പകരം പല ഷോപ്പ് ഓണേഴ്സും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിപ്പോയി പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കും. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്, പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളത്. ഇത് ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് എന്നാലും അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ പറയും. വില കുറയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളൊരു വിലയിൽ എത്തിയത് എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിൽ നിങ്ങൾ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിലക്ക് വിറ്റാലാണ് എനിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങളൊരു പ്രൊഡക്റ്റിന് വില ഇടുന്നത്. അപ്പോൾ പിന്നെ വേറൊരാളെ വില കുറച്ച് നമ്മളെയൊക്കെ താത്തി വിൽക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങളും വില കുറച്ച് എന്താ, നിങ്ങളുടെ മെച്ചം കുറയാണ്, നിങ്ങളുടെ റിവാർഡ് കുറയാണ്, അതായത് പ്രോഫിറ്റ് കുറയാണെന്നുള്ള അർത്ഥം. ഈ വില കുറച്ച് കഴിയുമ്പോൾ ഇനി പലരും വില കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാം. ഒരുപാട് പേര് വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഈ വില കുറയ്ക്കാൻ നേരത്ത് ഇവരുടെ തലയിൽ പോകുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു അത്ഭുതം സംഭവിക്കുന്നുള്ള രീതിയിൽ അവർ വില കുറയ്ക്കുന്നു. വില കുറയ്ക്കേണ്ട താമസം എൻ്റെ സെയിൽ ഇതാ സ്കൈ റോക്കറ്റ് ചെയ്യാൻ പോകുന്നു, അതായത് ഒരുപാട് സെയിലിലേക്ക് വരാൻ പോകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആവറേജ് നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റിന് ഡെയിലി 5 സെയിൽ വരുന്നുണ്ട്, 2 സെയിൽ വരുന്നുണ്ട്, 3 എത്ര ആയിക്കോട്ടെ, ആ സെയിലിൽ നിന്ന് 1-2% മേ ബി കൂടിയേക്കാം. വില കുറച്ചത് കൊണ്ട് ചെറിയൊരു ഇൻക്രീസ് സംഭവിച്ചേക്കാം. വലിയ ഡ്രമാറ്റിക് ചേഞ്ച് ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ചേക്കരുത്. അവിടെ വില കുറയ്ക്കാൻ നേരത്ത് വീണ്ടും സെയിലിലെ നമ്പറുകൾ കൂടണം, സെയിലിൻ്റെ എണ്ണം വീണ്ടും കൂടണം, പഴയ പ്രോഫിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം പ്രോഫിറ്റ് നമ്മുടെ കുറഞ്ഞല്ലോ, വില കുറച്ചപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ആ പഴയ ഇൻകത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ സെയിൽ കിട്ടിയാൽ പോരാ, പഴയ സെയിലിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടിയാൽ മാത്രമാണ് പഴയ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് വില കുറച്ചതിൻ്റെ ബെനിഫിറ്റ് വരുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ വില കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും അവസാനം ചെയ്യേണ്ട സംഗതിയാണ്. നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കി, ഇനി വില കുറയ്ക്കലല്ലാതെ എൻ്റെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല സർവൈവ് ചെയ്യാൻ എന്ന് ഇത് 18ാമത്തെ ഒരു അടവായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ബാക്കി എല്ലാം പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഈ വില കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ ആളുകൾ വരുത്തുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയി വില കുറയ്ക്കും, ബാക്കിത്തെ സംഗതികളെല്ലാം. വില അല്ലായിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടമായെന്നല്ലേ അർത്ഥം. കിട്ടേണ്ടിയിരുന്ന ലാഭം വലിയ കമ്പനികളെല്ലാം അത് നഷ്ടത്തിൻ്റെ കോളത്തിലാണ് രേഖപ്പെടുത്തും. ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടമായല്ലോ. 15 ലാഭമായിട്ട് കിട്ടേണ്ടടുത്ത് ഇപ്പോൾ 10 കിട്ടുന്നുള്ളൂ. സ്റ്റിൽ പ്രോഫിറ്റബിൾ ആണ്, എങ്കിലും 5 എന്നുള്ളത് നഷ്ടത്തിൻ്റെ കോളത്തിലാണ് വലിയ കമ്പനികളെല്ലാം രേഖപ്പെടുത്താറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ട്രാഫിക് ബ്ലോക്ക് മൂലം അരമണിക്കൂർ 2 മണിക്കൂറൊക്കെ വൈകിയത് മൂലം IT കമ്പനിക്ക് ഇത്ര രൂപയുടെ നഷ്ടം. കാരണം കിട്ടേണ്ടിയിരുന്ന ശരിക്കും അതൊരു പക്ഷേ നഷ്ടമായിക്കൊള്ളണമെന്നില്ല. സ്റ്റിൽ അവർ പ്രോഫിറ്റിലെ കുറവാണ് അവർ നഷ്ടത്തിൽ കാണുന്നത്. അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കാം. കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ നടത്തുന്നത്, ഞാൻ ഒരു ഷോപ്പിൻ്റെ ഉദാഹരണം വെച്ചിട്ട് പറയാം. ക്ലോത്തിങ് ഷോപ്പ് എടുക്കാം. ക്ലോത്തിങ് ഷോപ്പ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ ട്രസ്റ്റ് പല രീതിയിൽ ബിൽഡ് ചെയ്യാം. കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം. ഏത് മെറ്റീരിയൽ എടുക്കണം, ജസ്റ്റ് നിങ്ങൾ വിൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന സംഗതികൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഈ വലിയ ബില്യണേഴ്സായിട്ടുള്ള ബിസിനസ്സുകാർ, ഇരുത്തം വന്ന ബിസിനസ്സുകാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് റോബർട്ട് കിയാൽഡിനെ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. തീർച്ചയായിട്ടും വായിച്ച് അതിലൊരു റൂള് പറയുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ അയാൾ പോലും അറിയാതെ ഒരു കടപ്പാടിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും അവരുടെ മനസ്സിൽ. അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു, അയാൾക്ക് എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണം എന്നൊരു ഫീല് സാധാരണ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടാവാറുണ്ട്, അധികം ആളുകളുടെ. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ഒരു ബന്ധുവിന് ഹൗസ് വാമിങ് വരെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, നല്ലൊരു ഗിഫ്റ്റാണ്, അവർ ആശിച്ചിരുന്നൊരു ഗിഫ്റ്റാണ് നിങ്ങൾ കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ ഇതുപോലൊരു ഹൗസ് വാമിങ് അവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും കൊടുക്കണം എന്നുള്ളൊരു ചെറിയൊരു കടപ്പാടിൻ്റെ ഒരു ഫീല് മനസ്സിലുണ്ടാവും. ഇത് മൊത്തത്തിലുള്ളൊരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ്. ഇത് തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലുള്ളത്. നിങ്ങൾ കസ്റ്റമേഴ്സിന് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ കസ്റ്റമർ പോലും അറിയാതൊരു ട്രസ്റ്റ് ബിൽഡ് ആവുന്നുണ്ട്. അതായത് ക്ലോത്തിങ് ഷോപ്പിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഫോർമൽ എൻവയോൺമെൻറ്റിൽ ഇന്നത് ഉപയോഗിക്കരുത്, ഇന്നത് ഉപയോഗിക്കണം, ഇന്ന കളർ കോമ്പിനേഷൻസ് ആണ് ചേരുള്ളൂ. പക്ഷെ സാധാരണ നാട്ടിൽ ഇന്ന കളറുകളെല്ലാം ഇട്ടിട്ട് ഫോർമൽ എൻവയോൺമെൻറ്റിൽ ആളുകൾ ഓഫീസിലെല്ലാം പോകേണ്ട, അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡല്ല, നല്ല രീതിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ഇത്രയും കാലം ഇതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ഉള്ളിൽ ഒരു ഫീല് വരെയാണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു ഫീല് വരെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഫോർമൽ ഔട്ട്ഫിറ്റ് എന്താണോ അത് നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കുന്നു, നിങ്ങളുടെ ആ ഡ്രസ്സ് എന്താണോ അത് സെല്ല് ചെയ്യാൻ നോക്കുന്നു. ഇതേ ഡ്രസ്സ് വേറൊരു സ്ഥലത്ത് വിലക്കുറവിൽ കിട്ടിയാലും നിങ്ങളോടുള്ള ട്രസ്റ്റിൻ്റെ പേരിൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കും. അതാണ് ചാടി കയറി വില കുറയ്ക്കരുത്. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, കൂടുതൽ കളക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉത്തരം നൽകുക. ഇത്തരത്തിലുള്ള ഇത് വരാൻ നേരത്ത് കസ്റ്റമേഴ്സിൽ തന്നെ ട്രസ്റ്റ് ബിൽഡാവുകയും ശേഷം സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സെയിൽ സംഭവിക്കും, റിപ്പീറ്റ് ഓർഡറുകൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ കടയിൽ വരുന്ന കസ്റ്റമറെ പോലെ തന്നെ ഓൺലൈനിലെ കസ്റ്റമറെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാം. ഓൺലൈനിലാണല്ലോ അവൻ ദൂരെയാണ്, എൻ്റെ കടയിൽ നിന്ന് നിങ്ങളിപ്പോൾ കോഴിക്കോടായിരിക്കും, അയാൾ എറണാകുളത്താണല്ലോ, ചെറിയ മോശമുള്ള കുറച്ച് കീറിയ സാധനമൊക്കെ കയറ്റി പഴയതൊക്കെ അയച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന ചിന്താഗതി പാടില്ല. അങ്ങനെ ഓൺലൈൻ കസ്റ്റമറെ പറ്റിക്കാൻ നോക്കരുത് നിങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ഓർഡറുകൾ നഷ്ടമാവും. വൺസ് ട്രസ്റ്റ് വന്ന് അവർ നിങ്ങളുടെ പേയിങ് കസ്റ്റമറായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഓൾറെഡി ആദ്യ തവണ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയ കളക്ഷൻസ് വരാൻ നേരത്തെ ആ നിലവിലുള്ള കസ്റ്റമേഴ്സിന്, ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സിന് വീണ്ടും സെല്ല് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ചില വീഡിയോയിൽ പറയാറുണ്ട്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ട്രസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുള്ളവരാണ്. അവർ നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെയുള്ള നിധിയാണ്. ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചാൽ കിട്ടുന്ന നിധിയാണ്. മാപ്പൊക്കെ നോക്കി മലമുകളിലേട്ടൊന്നും കയറി പോകണ്ട, അത് പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്ന കാര്യത്തിലാണ്.
അപ്പോൾ അവർക്ക് വീണ്ടും സെല്ല് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടയിൽ വരുന്ന കസ്റ്റമറെ പോലെ തന്നെ ഓൺലൈൻ കസ്റ്റമറെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാം. അതായത് നല്ല സാധനം കയറ്റി അയക്കാമെന്ന് ചുരുക്കം. ട്രസ്റ്റ് അവിടെ അപ്പോൾ ബിൽഡാകും. അപ്പോൾ വീണ്ടും പുതിയ കളക്ഷൻസ് വരാൻ നേരത്ത്, പ്രത്യേകിച്ച് കൺസ്യൂമബിൾസ് ഒക്കെ സെല്ല് ചെയ്യുന്നവർ, അതായത് ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്ന എന്താ പറയുക കോസ്മെറ്റിക് ഐറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യുന്നവർ, അത് വീണ്ടും വീണ്ടും കസ്റ്റമർക്ക് ആവശ്യമുള്ള സംഗതിയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് 1 മാസം കഴിയുമ്പോൾ വീണ്ടും ആവശ്യം വരും, 3 മാസം കഴിയുമ്പോൾ വീണ്ടും ആവശ്യം വരും, അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമ്പോൾ ആവശ്യം വരും. ഹെയർ ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതിൽ പെട്ടതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമറെ ഓൺലൈനിൽ വരുന്ന കസ്റ്റമറെ കടയിൽ വരുന്ന കസ്റ്റമറെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും റിപ്പീറ്റ് പർച്ചേസ് നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്നിട്ടും നിങ്ങൾക്ക് സെയിൽ വരുന്നില്ല, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല, ഈ പല ടെക്നിക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ സെയിൽ വന്നു തുടങ്ങും. എന്നിട്ടും സെയിൽ വരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ വിലയുടെ പ്രശ്നമായിരിക്കും. നിങ്ങളുടെ വില അവരുദ്ദേശിച്ച റേഞ്ചൊക്കെ ഏറെ കടന്നു പോയിട്ടുള്ള വിലയായിരിക്കും. ആ പോയിന്റിലാണ് നിങ്ങൾ ശരിക്കും വില കുറയ്ക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യം തന്നെ വില കുറയ്ക്കരുത്, അത് അവസാനത്തേക്കുള്ള ഇതായിട്ട് മാത്രം. ഇനി എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല ഇതല്ലാതെ എന്നുള്ള ഓപ്ഷനിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു വെപ്പണായിട്ട് മാത്രം ലോ പ്രൈസിനെ കാണാം. അല്ലാത്ത സമയത്ത് ആ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് അതിൽ തന്നെ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, സീരിയസ് ആയിട്ട് ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്, അത് എത്ര ചെറുതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിലും കോഴ്സിലെല്ലാം ജോയിൻ ചെയ്യാം. ഡിജി സെയിൽസിൻ്റെ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. വേറൊരു ബിസിനസ്സുകാരും ഇതിലില്ല. അപ്പോൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് ലെസൺസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.